ശ്രീ ജോസ് ക്രിസ്റ്റഫർ സേവിയർ, താങ്കളൊരു പൊതുപ്രവർത്തകൻ കൂടിയാണല്ലോ, സ്കൂളുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാൾ കൂടിയാണ്. ലത്തീൻ സഭയ്ക്ക് കീഴിലുള്ള ഒരു സ്കൂളാണല്ലേ ഇത്, ഈ സെന്റ് റീത്താസ് സ്കൂൾ എന്ന് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഹിജാബ് ധരിച്ചേ തീരൂ, ഹിജാബ് ധരിക്കാൻ അനുവാദം വേണം വിദ്യാർത്ഥിനിക്ക് എന്ന ആവശ്യം രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് മാത്രമല്ലല്ലോ ഉണ്ടായത്, പുറത്തു നിന്നുള്ള ആളുകൾ എന്ന് പറയുന്നുണ്ട്. ആരാണിവർ എന്ന് കൃത്യമായിട്ട് പറയുവാൻ കഴിയുമോ? എന്തായിരുന്നു അജണ്ട? യഥാർത്ഥത്തിൽ നമ്പ്യാപുരം ഡിവിഷനിലാണ് ഞാൻ താമസിക്കുന്നത്. ഇത് കൊച്ചി നഗരസഭയുടെ 20-ാം ഡിവിഷനാണ്. അതിൻ്റെ തൊട്ട് കിടക്കുന്ന MLA റോഡിൻ്റെ സദേൺ സൈഡിൽ അപ്പുറവും ഇപ്പുറയുമായിട്ടാണ് കിടക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് 500 മീറ്റർ പോലും അകലം തികച്ചില്ലാത്തതാണ് ഈ സ്കൂള്. ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള സ്ഥിര താമസക്കാർ ക്രൈസ്തവരും ഹിന്ദുക്കളുമാണ്. മജോറിറ്റി വരുന്ന അവർ വളരെ സമാധാനപൂർവ്വം ജീവിക്കുന്ന ആളുകളാണ്. 2007 ഞാൻ നടത്തിയ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ അന്ന് ഈ 20% ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. റെസിഡൻസ് അസോസിയേഷൻ നന്നായി പ്രവർത്തിക്കുന്ന ആ സമയത്ത് ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷനുള്ള ആളുകളെ റെസിഡൻ്റായി ചേർക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവരെ തിരിച്ചറിയുക ബുദ്ധിമുട്ടാണ്. ഗ്രാസ് റൂട്ട് ലെവൽ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്ന എനിക്ക് പോലും ആ കാലഘട്ടത്തിൽ ഇവിടെ ഉള്ള ആളുകളെ വ്യക്തമായി തിരിച്ചറിയാൻ ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷനിൽ വരുന്നവർ മനസ്സിലാകുമായിരുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് 30 വർഷത്തിന് മുൻപ് ഡോക്ടർ ജോസഫ് കുരിത്തറ ബിഷപ്പിൻ്റെ കാലത്താണ് ഇവിടെ കോൺവെൻറ്റുകളിലൊക്കെ മിക്കവാറും സ്കൂളുകളെല്ലാം ആരംഭിച്ചിട്ടുള്ളത്. അവരെല്ലാം നല്ല തരത്തിലുള്ള വിദ്യാഭ്യാസം സാധാരണക്കാർക്ക് കൊടുക്കുന്നതിൽ വളരെയധികം ശുഷ്കാന്തി കാണിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. ഈ സെൻറ്റ് റീത്താസ് സ്കൂളിൻ്റെ പരിസരം ചതപ്പ് നിലമായിരുന്ന ഒരു പ്രദേശം ഇന്ന് അത് വളരെ കൃത്യമായ രൂപത്തിൽ അവരത് ശരിയാക്കി എടുക്കുകയും അവിടെ നല്ലൊരു വിദ്യാലയം നടത്തിക്കൊണ്ട് പോരുകയും ചെയ്യുന്നത് 3 പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടുള്ളതായി ഒരു രേഖയും നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കില്ല. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ കുറച്ച് നാളുകളായി മറ്റു ചില സാമൂഹിക ഇഷ്യൂസ് ഇവർ റോഡിൻ്റെ പേരിലും മറ്റുമൊക്കെ ചിലർ ഉണ്ടാക്കിക്കൊണ്ടുവന്നിരുന്നു. അത്തരത്തിൽ സാമൂഹിക ഇഷ്യൂ ഉണ്ടാക്കുന്ന ആളുകൾ തീവ്ര ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ബന്ധത്തിലുള്ളവരാണെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പലർക്കും പറയാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പലരും ഇവിടെ താമസിക്കുന്നവരോ പ്രശ്നമുണ്ടാക്കുന്നവരിൽ ഇവിടെ ഉള്ളവരോ ആയിരിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഈ നടക്കുന്ന പ്രശ്നത്തിൽ തീവ്ര ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ 3ലധികം പേർ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് ഏതെങ്കിലും സംഘടനയിൽപ്പെട്ട ആളുകളാണോ? അങ്ങനെ പറയാൻ പറ്റുമോ? പലരുടെയും സൂചന പ്രകാരം SDPI എന്ന് പറയുന്ന സംഘടനയിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവർ കൊടുത്തിരിക്കുന്ന പരാതിയിൽ SDPIയുടെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലേ? സ്കൂൾ ഹൈക്കോടതിയിൽ പരാതി നൽകിയിരുന്നു. മാത്രമല്ല ആ പരാതി ഹൈക്കോടതി അംഗീകരിക്കുകയും സ്കൂളിന് പോലീസ് പ്രൊട്ടക്ഷൻ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? അത്തരത്തിൽ ഒരു തീവ്രവാദ ബന്ധം ഉള്ളതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അവരൊരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, പരാതി ഞാൻ കണ്ടിട്ടില്ല എങ്കിലും അങ്ങനെ അവർ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കി വരുന്ന സത്യം. ശരി, ശ്രീ ശ്രീജിത്ത് പണിക്കർ.